ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിച്ചു വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പല ആളുകളുടെയും പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ, നല്ലൊരു ശതമാനം പ്രശ്നം തടസ്സങ്ങളാണ് എന്നുള്ളതാണ്. ഒരു ജോലിക്ക് ഇറങ്ങിയാൽ തടസ്സം, ഏത് വിഷയത്തിലേക്ക് ഇറങ്ങിയാലും തടസ്സം, ഒരു വസ്തു വിൽക്കാൻ വേണ്ടി ഇറങ്ങിയാൽ തടസ്സം, കല്യാണ ആലോചനയുമായി ഇറങ്ങിയാൽ തടസ്സം. ഇങ്ങനെ തടസ്സങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ വേണ്ടി അത്ഭുതകരമായ ഒരു സൂറത്തും അതിൻ്റെ കൂടെ ഒരു ഇസ്മും നമ്മൾ പരിചയപ്പെടുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ ഒരു ശൈലി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും, സിഹറാണെങ്കിലും ഐനാണെങ്കിലും ഹസദാണെങ്കിലും എല്ലാം നീങ്ങിക്കിട്ടും. എല്ലാ തടസ്സങ്ങൾക്കും പരിഹാരം ലഭിക്കും. അള്ളാഹുവിൻ്റെ സഹായം പെട്ടെന്ന് ഇറങ്ങും. അത്ഭുതകരമായ സൂറത്ത് ഏതാണെന്നറിയാൻ, അതോടൊപ്പം നമ്മൾ ചൊല്ലേണ്ടുന്ന ഇസ്മ ഏതാണെന്നറിയാൻ ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനോടൊക്കെ മുറാദ് ഹാസിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പല ആളുകളും പലപ്പോഴും ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിച്ച് കമൻ്റ് ഇട്ടുകൊണ്ടും വാട്സപ്പിലൂടെയും മറ്റും ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ ചോദിക്കുന്നൊരു വിഷയമാണ് ഫുള്ള് തടസ്സങ്ങളാണ് എന്നുള്ളത്. എവിടെ നോക്കിയാലും തടസ്സം. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ അവിടെ തടസ്സം, ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ പാസ്സാകുന്നില്ല, ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, അവസാന നിമിഷം എങ്ങനെയാണ് മുടങ്ങിപ്പോകുന്നത് എന്നറിയില്ല, തടസ്സങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട്. ഒരു സ്ഥലം മേടിക്കാൻ പോയാൽ എത്ര വർഷം കൊണ്ട് ശ്രമിക്കുന്നതാണ്, നടക്കുന്നില്ല. ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചാൽ എത്ര വർഷം കൊണ്ട് ശ്രമിക്കുന്നതാണ്, സഫലമാകുന്നില്ല. അതുപോലെ ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും കുറച്ച് ദിവസം കച്ചവടം ഉണ്ടാവും, പിന്നെ അത് പൂട്ടുന്ന ഒരു സാഹചര്യം. എത്ര ബിസിനസ്സുകൾ ചെയ്തു, ഫുള്ള് തടസ്സങ്ങളാണ്. ഇങ്ങനെ തടസ്സങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിന്റെ, നിത്യജീവിതത്തിന്റെ ഓരോ വിഷയങ്ങളിലും ഓരോ വിഷയങ്ങളിലേക്കും നാം ഇറങ്ങുമ്പോഴും ആ വിഷയം സക്സസ് ആകാൻ വേണ്ടിയിട്ട്, അതിൽ യാതൊരു തടസ്സവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്ഭുതകരമായ ഒരു സൂറത്ത് നമ്മൾ പഠിക്കുകയാണ്. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ചിലപ്പോൾ പല വിഷയങ്ങളെ കൊണ്ടും ഉണ്ടാകാം. ചിലപ്പോൾ ഭൗതികപരമായ വിഷയങ്ങൾ കൊണ്ട് തന്നെ പല ആളുകളും അതിൻ്റെ ഇടയിൽ കളിച്ചുകൊണ്ട്, ഇടപെട്ടുകൊണ്ട്, അസൂയാലുക്കൾ ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തുകൊണ്ട്, പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ പല വിഷയങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടേക്കാം. ജോലിയുടെ വിഷയങ്ങളിലാണെങ്കിലും, ഇന്റർവ്യൂവിന്റെ വിഷയങ്ങളിലാണെങ്കിലും, വിവാഹത്തിന്റെ വിഷയങ്ങളിലാണെങ്കിലും, വിൽക്കൽ വാങ്ങൽ വിഷയങ്ങളിലാണെങ്കിലും, മറ്റു ബിസിനസിന്റെ വിഷയങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അസൂയാലുക്കളായ നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്നോ, നമ്മുടെ അയൽവാസികളിൽ നിന്നോ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ ഉള്ള ഷർറുകൾ കാരണം മടങ്ങിപ്പോകാം എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, അവർ പോലും ആഗ്രഹിക്കാതെ നമ്മുടെ ഉയർച്ചയിൽ, വളർച്ചയിൽ അവർ അത്ഭുതപ്പെടുമ്പോൾ സംഭവിക്കുന്ന കണ്ണേറ് കൊണ്ടും അങ്ങനെ സംഭവിച്ചേക്കാം. തടസ്സങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. അതുപോലെ പൈശാചികമായ പ്രയാസങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ ഖലാഉകൾ, ഇങ്ങനെ പല കാരണങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും. ദുആ എന്നുള്ളത് അള്ളാഹുവിന്റെ ഖദർ ഖലാഉകളെ വരെ നീക്കം ചെയ്യാൻ കഴിവുള്ള വിഷയമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പഠിപ്പിച്ചതാണല്ലോ. അപ്പൊ നമുക്ക് ഈ വിഷയങ്ങളിൽ ഏത് തടസ്സമാണെങ്കിലും, മനുഷ്യന്മാർ നേരിട്ട് കളിക്കുന്ന വിഷയമാണെങ്കിലും, സിഹർ പോലെയുള്ള, കണ്ണേറ് പോലെയുള്ള അബോധികമായ വിഷയമാണെങ്കിലും, പൈശാചികമായ വിഷയമാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും, അല്ലെങ്കിൽ റബ്ബിന്റെ തൗഫീഖിന്റെ കുറവാണെങ്കിലും ആ റബ്ബിന്റെ തൗഫീഖ് നേടിയെടുക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഏത് വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും അത്ഭുതകരമായ ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ മതി. ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ സൂറത്ത് ഓതിയിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ, നോക്കാൻ വേണ്ടി പോകുമ്പോൾ, ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ സൂറത്ത് ഓതിയിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഈ സൂറത്ത് ഓതി ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും ജീവിതമാർഗം തേടി പോകുന്ന നിത്യജോലിക്കാർ അവരും അവരുടെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി, ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഓരോ ദിവസം ഇറങ്ങുമ്പോഴും ഓരോ ദിവസം നല്ല കച്ചവടം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടൊക്കെ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഓതാൻ പറ്റുന്നതാണ്. അത്ഭുതകരമായ ഒരു സൂറത്താണ്. വിശുദ്ധമായ ഖുർആനിലെ 101ാമത്തെ സൂറത്താണ്. ആ സൂറത്ത് നമുക്ക് ഇങ്ങനെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ يوم يكون الناس كالفراش المبثوث
وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية എന്നതാണ് സൂറത്ത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സൂറത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഓതിയിട്ട് 11 ആയത്തുകളാണ്. എത്ര സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ കഴിയും? അത്ഭുതകരമായ അർത്ഥമുള്ള വളരെ വിശാലമായ ഒരുപാട് ആശയങ്ങൾ പറയുന്ന പരലോകത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന അത്ഭുതകരമായ ആയത്താണ്. വിശുദ്ധമായ ഖുർആനിലെ ഒരു വെറൈറ്റി സൂറത്താണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ മഹത്വത്തിലേക്ക് നമ്മൾ കൂടുതലായി പ്രവേശിക്കുന്നില്ല, അതിന്റെ ആശയത്തിലേക്കും അർത്ഥത്തിലേക്കും നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഓതി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 11 ആയത്തുള്ള ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സൂറത്ത് നമ്മൾ പഠിച്ചു വെക്കുക. ഓരോ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മളിത് പതിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതോടൊപ്പം ഈ പറയപ്പെട്ട ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള അത്ഭുതകരമായ ഒരു ഇസ്മ, നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ, ജോലി സംബന്ധമായ ആഗ്രഹമാകട്ടെ, നേരത്തെ നമ്മൾ പറയപ്പെട്ട വിവാഹമാകട്ടെ, അതുപോലെ വിൽക്കൽ വാങ്ങലുകളാകട്ടെ, വീട് വെക്കലാകട്ടെ, ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പരിശുദ്ധമായ മക്കയിൽ പോകണം, മദീനയിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാകും. ഇങ്ങനെ ഭൗതികപരമായ, ആത്മീയപരമായോ ദുനിയവിയോ ഉഖ്റവിയോമായ നമ്മുടെ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്ഭുതകരമായ ഒരു ഇസ്മ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പരിചയപ്പെടുകയാണ്. ഈ സൂറത്ത് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലുകയും ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി സ്ഥിരമായി നമ്മൾ 3 നേരം ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഏതാണ് ഈ ഇസ്മ? പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 1ാമത്തെ ഇസ്മാണ് യാ അല്ലാഹ് എന്നുള്ളതാണ്. ആ ഇസ്മ പരിശുദ്ധമായ ജലാലിയത്തിന്റെ ഇസ്മുൽ അഅ്ലമാണെന്ന് ഏറെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട ഇസ്മ, ഒരുപാട് ഫളായിലുകൾ, മഹത്വമുള്ള ഇസ്മ. യാ അല്ലാഹ് എന്നുള്ള ഇസ്മ 260 തവണ സുബ്ഹി നമസ്കാര ശേഷം, മഗ്രിബ് നമസ്കാര ശേഷം, ഇശാ നമസ്കാര ശേഷം, ഇങ്ങനെ 3 നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ, അതിങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഏത് ആഗ്രഹം സഫലമാകണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ആ ഒരു അമല് ചെയ്തത്, ആ ആഗ്രഹം പെട്ടെന്ന് സഫലമായി കിട്ടും. ഒരുപാട് പണ്ഡിതന്മാരുടെ അനുഭവങ്ങൾ അവർ പങ്കുവെച്ച അത്ഭുതകരമായ ഒരു ഇസ്മാണ്. അതുകൊണ്ട് 2 വിഷയങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ സൂറത്തുൽ ഖാരിഅ, അതുപോലെ ഒരു ലക്ഷ്യം, ഒരു മുറാദ്, ആ മുറാദ് സഫലമാകാൻ വേണ്ടിയിട്ട് നാം നിയ്യത്താക്കിയിട്ട് 260 തവണ യാ അല്ലാഹ് എന്നുള്ള ഇസ്മ 3 നേരം നമ്മൾ ചൊല്ലുക. സുബഹിക്ക് ശേഷം, മഗ്രിബിക്ക് ശേഷം, ഇശാക്ക് ശേഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരും. ഐനിങ്ങളുടെ ഐനിൽ നിന്ന്, സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്. ഇനി റബ്ബിന്റെ തൗഫീഖ് ഇല്ലാതെ അങ്ങനെ തടയപ്പെട്ട് കിടക്കുകയാണെങ്കിൽ റബ്ബിന്റെ തൗഫീഖ് ലഭിക്കാനും അത് കാരണമാകും. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുക, നല്ല ഈമാനോടെ പ്രവർത്തിക്കുക, റിസൾട്ട് നേടിയെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.